ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് പച്ചരി വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്സ് ആയിട്ടോ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ. അതിനായിട്ട് വേണ്ടത് ഞാനിവിടെ ഒരു 1.5 കപ്പ് പച്ചരി ഒരു 9 മണിക്കൂർ കുതിർത്തി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതും 1 കപ്പ് ചോറും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയാണ്. ഞാനിവിടെ ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അതിന് ഈ അരി ഇട്ടതിന് ശേഷം ആ ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂണ് ഏലക്കാപ്പൊടിയും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും പിന്നെ റവ ഒരു 3.5 ടേബിൾ സ്പൂൺ റവയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ എന്തായാലും കുഴപ്പമില്ല. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ വേണേ നമുക്ക് മാവുണ്ടാകാനേ. അതൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മാവ് ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട്. കുറച്ചൊരു കട്ടി കൂടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാകത്തിനാണ് വേണ്ടത്. പിന്നെ ഒരു ഇഡ്ഡലിയുടെ തട്ട് ഇതേപോലെ എടുത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ തടവി കൊടുക്കുക. പിന്നെ നമുക്കതിലേക്ക് ഇതേപോലെ ഓരോ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ചെറിയ ജീരകം വേണമെന്നവർക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ടില്ല. എന്നിട്ട് നല്ല ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഇതേപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതേപോലെ ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 20 മിനിറ്റ് ആവി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു കിടിലൻ ഐറ്റാണിത്. പിന്നെ ചൂടൊക്കെ ആറിയതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് അതൊന്ന് കോരിയെടുക്കാം. ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. ഇത് നല്ല കിടിലൻ ഐറ്റാണ്. ഇതിന് കറിയൊന്നും വേണ്ട. ഇത് വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. ഇത് ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണേ.